ഈ ഫാത്തിഹ സൂറത്ത് അതിലേത് ആയത്താണ്? 7 ആയത്ത്, 14 ഷദ്, 1 മദ്. ഫാത്തിഹയിലെ മുഴുവൻ ഹർഫുകളും തെറ്റാതെ മഖ്റജിൽ തന്നെ ഉച്ചരിക്കണം. 156 അക്ഷരമുണ്ട്, അല്ലെങ്കിൽ 154. മാലിക് യൗമിദ്ദീൻ വധ, മലിക് യൗമിദ്ദീൻ വധ, നീട്ടാതെയും വധ. അപ്പോൾ ഒന്ന് കുറയും, ഒരു ഹർഫ് തെറ്റാൻ പാടില്ല, മാറാൻ പാടില്ല. ഫാത്തിഹ ഒരാളുടെ ശരിയായിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സഹിയല്ല. ഫാത്തിഹയാണ് മെയിൻ നിസ്കാരത്തിൽ. ഖൗലിയായ ഫർളിൽപ്പെട്ടതാണ്. ഖൗലിയായ ഫർള് 15 ഉണ്ട്. നിസ്കാരത്തിൻ്റെ ഫർള് ഖൗലി, ഫീലി, ഖൽബി. അപ്പോൾ ഖൗലി വായ കൊണ്ട് പറയേണ്ടത്, നാവ് കൊണ്ട് ചൊല്ലേണ്ടത്, അത് 5 അതിൽപ്പെട്ടതാണ് ഫാത്തിഹ. ഫാത്തിഹ ഒരാളുടെ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മയാണ് ഫാത്തിഹ. ശരിയല്ലേ? ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാർക്ക് അന്ന് പൊരുത്തം കൊടുക്കൽ, സർട്ടിഫിക്കറ്റ് കൊടുക്കൽ എന്തെന്ന് വെച്ചാൽ 10 വർഷം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പഠിച്ചിട്ട് 11ാമത്തെ വർഷം അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, ടൈറ്റിൽ ബിരുദം. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വെള്ളത്തെ ഓടി നടക്കാനുള്ളൊരു കഴിവ് ആ ശിഷ്യന്മാർക്ക്. അപ്പോൾ അത്രയും പവറുള്ളതാണ് ഫാത്തിഹ. ഫാത്തിഹയിൽ നിന്നൊരു അക്ഷരം തെറ്റാൻ പാടില്ല, മാറാൻ പാടില്ല, ഒരു ശ്രദ്ധ വിടാൻ പാടില്ല, ഒരു ഹർഫ് തെറ്റാൻ പാടില്ല. ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അല്ലാഹു തആല നല്ല നിലക്ക് തജ്വീദ് അനുസരിച്ച് ഫാത്തിഹ ഓതാനും ഖുർആൻ ഓതാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദുആ വസിയത്തോടെ നിർത്തുന്നു.